നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു വെസ്റ്റ് സൈഡിൽ പവർ ഹൗസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു തോടാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഇത് ആമയിഴഞ്ചാൻ തോടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു തോടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. ഞാൻ വീഡിയോ തുടരുന്നതിന് മുമ്പ് ഈ തോടിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ. ഇതിനെ നമ്മളൊന്ന് നവീകരിക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടെ നമ്മൾ ഇതിനെ ഒന്ന് നവീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതുണ്ടാവുക എന്ന് ആദ്യം പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഈ കാണുന്നത് പോലെ നമുക്ക് അതിമനോഹരമായിട്ട് ഈ തോടിനെ മാറ്റാൻ കഴിയും. ലോകത്ത് ഇത്രയും മനോഹരമായ ഒരു നാട് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. കേരളം പോലെ മനോഹരമായ നാട്. അതായത് ഗൾഫിലൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തോടുകളും നദികളും ഒക്കെ അവരുണ്ടാക്കുകയാണ്. അവിടെ നാച്ചുറലായിട്ടില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ളത് മാലിന്യ കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. എത്ര മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ നഗര ഹൃദയങ്ങളിലൂടെ ഒഴുകുന്ന ഈ തോടുകളെയൊക്കെ മാറ്റാൻ കഴിയും. കേരളത്തിൽ ഉടനീളമുണ്ട്. എറണാകുളത്തും ആലപ്പുഴയിലും അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഇത്തരത്തിൽ ഒഴുകുന്ന തോടുകളും നദികളും ഒക്കെ നഗര ഹൃദയഭാഗങ്ങളിലൂടെ ഒഴുകുന്നവ ധാരാളമുണ്ട്. ഇവയെ നമ്മൾ ഇതുപോലെ നവീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം രംഗത്ത് നമ്മുടെ ഒരു ഒരു പൊസിഷൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ അതിവേഗത്തിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എല്ലായിടത്തും ഒരുപോലെയല്ല. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു വെസ്റ്റേൺ ലെവലിലുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഡെവലപ്മെന്റ്. എന്നാൽ ചിലയിടങ്ങളിൽ ആഫ്രിക്കയേക്കാൾ കേവലമായിട്ടാണ് ഇപ്പോഴും രാജ്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ രാജ്യത്ത് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പടിപ്പടിയായിട്ട് രാജ്യം ഒട്ടാകെ ഡെവലപ്പ് ആവും, അതിൽ സംശയമൊന്നും വേണ്ട. കുറെ വർഷങ്ങൾ എടുക്കും, എങ്കിലും ഡെവലപ്പ് ആവും. പക്ഷെ അപ്പോഴും നമ്മുടെ കേരളത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമായിട്ട് മാറാനുള്ള എല്ലാ അവസരവുമുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ പല കാര്യത്തിലും നമ്മൾ നമ്പർ വൺ ആണെന്ന്. ശരിയാണ്, പല കാര്യങ്ങളിലും നമ്മൾ രാജ്യത്ത് നമ്പർ വൺ ആണ്. അതുപോലെ നമുക്ക് വികസനത്തിന്റെ കാര്യത്തിലും ആയിക്കൂടെ. ഞാനിതൊരു വിമർശനം എന്ന നിലയ്ക്കല്ല പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് ജനങ്ങളും ഗവൺമെന്റും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഗവൺമെന്റുകൾ വികസനം നടത്താൻ ഭയപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ്. എവിടെ വികസനത്തിന് പോയാലും പ്രതിഷേധം ഉണ്ടാവും. നമ്മൾ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പോലും കണ്ടില്ലേ. അപ്പൊ ജനങ്ങളും ഗവൺമെന്റും ഒരുപോലെ മാറി ചിന്തിക്കണം. ഒരുപക്ഷെ ജനാധിപത്യവും നമ്മുടെ വോട്ട് സമ്പ്രദായവും ഒക്കെയാണ് ഇതിനെ പിന്നോട്ടടിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നോക്കൂ, ഇതൊക്കെ എത്ര മനോഹരമാക്കാം. ഞാൻ ഈ റോഡുകൾ തന്നെ ഇപ്പൊ നമ്മളൊന്ന് ഇതിനെ ഒന്ന് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റുകയാണെങ്കിൽ ഈ ഈ കാണുന്ന റോഡുകളിൽ ചെറിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ ഇതാ നോക്കൂ, ഇതുപോലെ ഗംഭീരമായിട്ടുള്ള റോഡുകളായിട്ട് മാറി. ഇത് പവർ ഹൗസ് റോഡാണ്. പവർ ഹൗസ് റോഡിൽ നമുക്ക് ഗംഭീരമായ മാറ്റം ഇതുപോലെ വേണമെന്നില്ല. ഇതിന്റെ പകുതി കൊണ്ടുവന്നാൽ പോലും എത്ര മനോഹരമായിരിക്കും നമ്മുടെ നാടെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ വാഹനങ്ങളുടെ പെരുപ്പം. ഈ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് നഗരഹൃദയ ഭാഗങ്ങളിലെങ്കിലും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതും എളുപ്പത്തിൽ ആളുകൾക്ക് പാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഹൃദയഭാഗങ്ങളിൽ നിന്ന് മാറി, നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് മാറി, എവിടെയെങ്കിലും ഒരിടത്ത് ഒരു 10, 500, 600 മീറ്റർ ഡിഫറൻസിൽ എവിടെയെങ്കിലുമൊക്കെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്ത് നഗരത്തിലേക്ക് ആളുകൾക്ക് നടന്നു വന്ന് ഷോപ്പിംഗ് നടത്താനും നടന്നു വന്ന് പോകാനും പറ്റുന്ന തരത്തിൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ജപ്പാനിലും ഈവൻ ചൈനയിലും ഒക്കെ കാണുന്നത് അങ്ങനത്തെ ഒരു കൾച്ചറാണ്. കാരണം നമ്മളിവിടെ വാഹന പെരുപ്പം കൂടുതലാണ്. നമുക്ക് ചൈനയെ ഈ കാര്യത്തിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ വാഹനം കൂടുതലുള്ള ഒരു നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് നടക്കാൻ ഫുട്പാത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ ടൂ വീലേഴ്സും അല്ലെങ്കിൽ കാറുകളും ഓട്ടോറിക്ഷയും ഒക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് ഒരു സിസ്റ്റം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമുക്കിവിടെ ഒരു സിസ്റ്റം ആവശ്യമാണ്. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ആളുകൾ പാലിക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഹെൽമറ്റ് വെക്കാതെ റോഡിൽ ഇറങ്ങാൻ ആളുകൾക്ക് പേടി? പെറ്റി കിട്ടും, പോലീസ് പിടിക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കാനും ആളുകൾക്ക് ഭയമാണ്. അപ്പൊ നിയമം കർക്കശമായ നമ്മളെല്ലാവരും പാലിക്കും. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഉഴപ്പും. അത് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഉഴപ്പുകയും ചെയ്യും. ഇപ്പോൾ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തലസ്ഥാനമല്ലേ? തിരുവനന്തപുരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയാണ്, ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ. അപ്പോൾ അതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ വെസ്റ്റ് സൈഡിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അതിനും മാത്രം വാവ് എന്ന് പറയാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു ഒരു പട്ടണം പോലെ അത്ര തന്നെ ഉള്ളൂ. ഒരു പ്രത്യേകമായിട്ടൊന്നുമില്ല. മറിച്ച് ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കിവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ഉള്ളതിനെ ഒന്ന്, അതായത് ഒരു മുറിക്കകത്ത് എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്ന പോലെയാണ് നമ്മുടെ നഗരങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് അടുക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് പലതും. അതുപോലും നമ്മൾ ചെയ്യുന്നില്ല. ഈ ആമയിഴഞ്ചാൻ തോടിനെയൊക്കെ ഒന്ന് നവീകരിക്കുകയാണെങ്കിൽ
നമ്മുടെ ഹൃദയഭാഗങ്ങളിൽ, നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങളിൽ ബോട്ടിങ് അല്ലെങ്കിൽ കയാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ, സവാരികൾ, ടൂറിസം, പാർക്ക്, അതിനനുബന്ധമായിട്ടുള്ള ഒരു എക്കണോമി ഒക്കെ ഫോം ചെയ്യും. കേരളത്തിൽ എന്തുമാത്രം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ പലതരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരാളിന് ഇവിടെ നിന്ന് പോകാൻ തോന്നരുത്. ഒരു സഞ്ചാരി, ഒരു വിദേശിയായ ഒരു സഞ്ചാരി നമ്മുടെ നാട്ടിൽ ഒരിടത്ത് വന്നാൽ അവർക്ക് ഇവിടുന്ന് പോകാൻ തോന്നരുത്. കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവർക്കൊരു ടെൻഡൻസി വരണം. പോയിട്ട് വീണ്ടും വരാൻ തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം നമ്മുടെ ഇവിടെ കൊടുത്താലല്ലേ പറ്റുള്ളൂ. അവരിവിടെ വരുമ്പോൾ ഒരു വിദേശി 5 ദിവസം നിൽക്കാൻ കണക്കാക്കി വരുന്നൊരു വിദേശി, അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് ഒരു 10 ദിവസം നിൽക്കണമെന്ന് തോന്നിയാൽ ആ 5 ദിവസം എക്സ്ട്രാ അയാൾ ഇവിടെ സ്പെൻഡ് ചെയ്യാണ്. ഹോട്ടൽ റൂംസ് എടുക്കുന്നതിലൂടെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെ, ഷോപ്പിംഗ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ടാക്സിയിൽ പോകുന്നതിലൂടെ ഒക്കെ അത് നമ്മുടെ എക്കണോമിയിലൂടെ അയാളുടെ പൈസ ചെലവഴിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ നാടിനത് ഗുണം ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത് ടൂറിസമാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ സാധ്യത. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ ഹെൽത്ത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇംഗ്ലീഷ് മെഡിസിൻ്റെ ആണെങ്കിൽ നമ്മളിവിടെ വേൾഡ് ക്ലാസ്സിൽ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. US പോലും കിട്ടാത്തത്ര ഡോക്ടർമാരും ഫെസിലിറ്റീസ് നമ്മുടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളും അറബികളൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കോസ്റ്റ് അഫോർഡബിൾ ആയിട്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അഫോർഡബിൾ പ്രൈസിൽ ഇവിടെ വന്നിട്ട് ട്രീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോവാണ്. ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്ന ഒരു പരസ്യ വാചകത്തെ പോലെ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്, അതിനെ ഒന്നും നമ്മൾ പരിപാലിക്കാതെ സംരക്ഷിക്കാതെ ലോകത്തെ അത്ഭുതങ്ങൾ തേടി നടക്കുകയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ചൈനയിലും ഒക്കെ പോയിട്ട് വാവ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ അതിനേക്കാൾ മനോഹരമായി പലതും ചെയ്യാൻ കഴിയും. ജനങ്ങൾക്കും താല്പര്യമില്ല, ഗവൺമെന്റുകൾക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെയല്ല കിടക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.